ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താ വെച്ചാൽ നമുക്ക് നല്ലൊരു ക്വാളിറ്റി പറവപ്രാവിനെ നമുക്ക് എങ്ങനെ നോക്കി കണ്ടാൽ തന്നെ മനസ്സിലാക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കണേ. ഇപ്പോൾ നമ്മൾ പുതിയ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രാവിനെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ നല്ല പ്രാവിനൊക്കെ നോക്കി എടുക്കാം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യത്തെ ഒന്നാമത് എന്താ വെച്ചാൽ നമ്മൾ പറപ്രാവിൻ്റെ നോക്കി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പറപ്രാവിനെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഒന്നാമത്തെ എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ചുണ്ടുമെന്ന് തലേൻ്റെ മുകളിലേക്ക് ഇപ്പോൾ ഇത് ഏകദേശം നോക്കിയാണ് കുഴപ്പമില്ലാത്ത രീതിയിൽ സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ അതേമാതിരി നല്ല സ്ട്രെയിറ്റിൽ വരണം. അതാണ് മെയിൻ നല്ലൊരു പറപ്രാവിൻ്റെ ക്വാളിറ്റി. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വരണം. ചുണ്ടുമെന്ന് തലേൻ്റെ മുകളിലേക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പോൾ എങ്ങനെ നമ്മളൊരു വിരൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആ രീതിയിൽ നല്ല സ്ട്രെയിറ്റിൽ വരണം. അതാണ് ഒന്നാമത്തെ ഒരു പറവപ്രാവിൻ്റെ നല്ല സൈന് വരുന്നത്. ഇപ്പോൾ നാടൻ പ്രാവിൻ്റെ കേസാണെങ്കിൽ ഈ മൂക്കിൻ്റെ ഭാഗം കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റൗണ്ടിലാണ് തല വരിക. ഒരു റൗണ്ട് തലയാണ്. അപ്പം അത് കണ്ടാൽ തന്നെ നാടൻ പ്രാവെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല പറവ വരുന്ന പ്രാവിന് അധികം നല്ല സ്ട്രെയിറ്റ് ആയിരിക്കും. ഇപ്പം നല്ല ചിലപ്പോൾ റൗണ്ട് വരുന്ന പ്രാവുകൾ പറക്കൂല എന്നല്ല, പറക്കും. ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസായി വരുന്ന രീതിയിലാണ് പ്രാവുകൾ ഉണ്ടാവുക. അപ്പോൾ എന്താണ് അധികം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നതാണ് നല്ല പറവപ്രാവിൻ്റെ ഒന്നാമത്തെ ലക്ഷണം. രണ്ടാമത്തെ എന്താ വെച്ചാൽ നമ്മൾ ഈ കൺപോള ഉണ്ടല്ലോ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന വെള്ളപ്പോള, അത് നന്നായിട്ട് ഉണ്ടാവും. അതാണ് രണ്ടാമത്തെ ഒരു ഇത്. നന്നായിട്ട് വെച്ചാൽ നല്ല രീതിയിൽ എക്സ്പോസ് ആയി. ഇതിനിപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലുള്ളത്. അപ്പോൾ സാധാരണ നല്ല രീതിയിൽ എക്സ്പോസ് ആയി നിൽക്കും. ഇപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ടുണ്ട്. പക്ഷെ ഇതിനേക്കാളും ഈ പ്രാവുകൾ ഏജ് കൂടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാണാം കൺപോള നല്ല എടുത്ത് കാണിക്കും. അപ്പോൾ ഏകദേശം അങ്ങനെ കൺപോള നല്ല ഉണ്ടാവും. അതാണ് രണ്ടാമത്തെ ഒരു നല്ല പ്രാവിനെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്ന്. നല്ലതായിട്ട് കൺപോള ഉണ്ടാവും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇപ്പോൾ ഈ പ്രാവിൻ്റെ ചുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് കറുപ്പ് കളറാണ് ഇതിൻ്റെ ചുണ്ട് വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ നെഗും ഫുൾ കറുപ്പിൽ വരണം. നഖവും അതേപോലെ തന്നെ കറുപ്പിൽ വരണം. ചിലത് മിക്സ്ഡ് ആയിട്ട് വരും. ഇപ്പോൾ ഒന്ന് കറുപ്പാണെങ്കിൽ ചിലപ്പോൾ രണ്ടാമത്തെ വെള്ള വരും, ചിലപ്പോൾ ഫുള്ള് വെള്ളേൻ്റെ ഇടയിൽ രണ്ട് കറുപ്പ് വരും. അങ്ങനത്തെ വരുന്ന പ്രാവുകളൊക്കെ ക്രോസ് ആയിട്ട് വരുന്ന പ്രാവുകളാണ്. അപ്പോൾ മാക്സിമം എന്താ ഒറ്റ കളർ വരുന്നത് മാക്സിമം എടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ ചില പ്രാവിന് കാണാം, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഒരു ക്രോസ് ബ്രീഡ് പ്രാവ് ഇന്ത്യയിലുണ്ട്, അതിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം പറഞ്ഞാൽ തന്നെ ചുണ്ട് ഫുൾ കറുപ്പാണെങ്കിൽ ഒന്നുകിൽ കാലും നഖവും നന്നായിട്ട് കറുപ്പ് വരണം. അതാണ് നല്ലൊരു മൂന്നാമത്തെ ഒരു പ്രാവിൻ്റെ സൈന്. ഇപ്പോൾ വെള്ള ചിലപ്പോൾ ക്രോസ് ആയിട്ട് വരുന്ന പ്രാവുകളുണ്ട്. ആ പ്രാവ് പറക്കൂല എന്നല്ല, പറക്കും. എല്ലാവരുടെ അടുത്തും പറക്കും. പക്ഷേ എന്താണ് നല്ലൊരു പറപ്പിനെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാനുള്ള രീതിയിൽ അതാണ് നന്നായിട്ട് അതൊക്കെ കറക്റ്റില്ലും അതേപോലെ തന്നെ ഉണ്ടാവും. ബാക്കിയുള്ള പ്രാവുകളും പറക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇനി നിങ്ങൾക്ക് അത് കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നതെന്ന് ഫ്രണ്ട്സ്. അപ്പോൾ അടുത്ത പ്രാവ് ഇതാണ്. നമ്മളിപ്പോൾ പറഞ്ഞിപ്പോൾ മിക്സഡ് ആയിട്ട് ക്രോസ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ചുണ്ട് നമുക്ക് നോക്കിയാൽ കാണാം, ശരിക്കും ഇതിൻ്റെ ചുണ്ട് വെള്ള കളറായിട്ടാണ് വരുന്നത്. പക്ഷേ ഇവിടേക്ക് നോക്കിയാൽ കാണാം ഒരു ബ്ലാക്ക് കളറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒന്നേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചുണ്ട് ഈ അറ്റം ബ്ലാക്ക് കളർ വന്നാൽ നഖം ഇതേപോലെ ഫുള്ള് ശരിക്കും ബ്ലാക്ക് കളർ വരുന്നത്. പക്ഷെ ഇത് വൈറ്റാണ് വന്നത്. അപ്പോൾ ഇത് കറക്റ്റ് നമുക്ക് നോക്കിയാൽ കാണാം ക്രോസ് ബ്രീഡ് പ്രാവാണ് വരുന്നത്. ഇപ്പോൾ ഇടയിലൊരു കറുപ്പ് നിങ്ങൾക്ക് കാണാം, ഒരു കറുപ്പ് കാണുന്നുണ്ട്. പക്ഷേ സാധാരണ എന്താ വേണ്ടത്, ശരിക്കും ഫുൾ കറുപ്പിൽ വരണം. എന്നാൽ അത് കറക്റ്റ് നല്ലൊരു പറവപ്രാവാന്ന് നമുക്ക് പറയുന്നത്. പക്ഷെ ഇതിപ്പോൾ ക്രോസ് ആയിട്ടാണ് വന്നത്. അപ്പം അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ക്രോസ് ബ്രീഡ്. ഇപ്പം പ്രാവിൻ്റെ കേസിൽ ഇപ്പോൾ വാലൊക്കെ അത്യാവശ്യം ഇങ്ങനത്തെ കേസ് വന്ന സംഭവം ഒന്നുമല്ല. നമ്മളിപ്പം പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ പുറത്ത് തിന്നാട്ടെടുക്കുമ്പോൾ അവരെ വാല് നിലത്ത് തട്ടിയാൻ അങ്ങനെ ആവണയാണ്. അപ്പോൾ നമുക്ക് കുളിപ്പിക്കാനൊന്നും സൗകര്യം കിട്ടില്ല. കാരണം വെയിലില്ലാതെ നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അപ്പോൾ അതാണ് ഇങ്ങനെ പ്രാവിൻ്റെ വാലൊക്കെ ഇങ്ങനെ വരുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ അടുത്ത സൈൻ എന്താ വെച്ചാൽ പ്രാവിൻ്റെ ചിറക് നല്ല നീളം ഉണ്ടാവും. അപ്പം ഇതിനെ നോക്കിയാണ് അത്യാവശ്യം നല്ല നീളമുണ്ട്. അപ്പോൾ അതേപോലെ നല്ല നീളം വേണം. അതാണ് അടുത്തൊരു പ്രാവിൻ്റെ സൈനായിട്ട് തന്നെ. ഇപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യം ഇപ്പോൾ നീളമില്ലാത്ത പ്രാവുകളുണ്ടാവും, ചിലപ്പോൾ ചെറിയ പ്രാവുകളുണ്ടാവും, അതും പറക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മളിപ്പോൾ പറയുന്നത് നല്ലൊരു പ്രാവിൻ്റെ സൈനുകളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം നല്ല നീളം വേണം പ്രാവിൻ്റെ ഇത് വരുന്നത്, ചിറക് വരുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ രണ്ടാം കള്ളി പ്രാവാണ്. ഇപ്പോൾ ഇത് രണ്ടാമത്തെ കള്ളി പൊട്ടി വന്നിട്ടുള്ളൂ. അപ്പം അങ്ങനെയാണ്, അത്ര രണ്ടാം കളി ആയിട്ടുള്ളൂ ഈ പ്രാവ്. പിന്നെ അടുത്തത് വരുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇപ്പോൾ ഇതിൻ്റെ ചിറക് ഇപ്പോൾ ഈ 10ാം കള്ളി 9ാം കള്ളി ഉണ്ട്. ഇപ്പം നല്ല പ്രാവുകൾക്ക് 9ാം കള്ളി അത്യാവശ്യം വലുപ്പം ഉണ്ടാവും. 10ാം കള്ളി 9 ചെറിയ ലേശം ഇഞ്ച് ചെറുതും ആവും വരിക. അപ്പം മാക്സിമം ചെറുതാവുമ്പോൾ അത്യാവശ്യം പ്രാവിൻ്റെ ക്വാളിറ്റിയും കൂടും കേട്ടോ. അത്യാവശ്യം ചെറിയ ചിറകാണ് 10ാം കള്ളി വരുന്നതെങ്കിൽ നല്ല പറവ് വരുന്ന ആൾക്കാർ പറഞ്ഞ് കേൾക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞ് കേട്ടതിൻ്റെ ഇതിലാണ് നമ്മൾ വീഡിയോ ചെയ്യണത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ വോയിസിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടാവും, കാരണം പുറത്ത് നല്ല കാറ്റാണ്. അപ്പോൾ ക്ഷമിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞാൽ തന്നെ ഇപ്പോൾ 10ാം കള്ളി എങ്ങനെ 9നെ അപേക്ഷിച്ച് അത്യാവശ്യം ചെറുതാണ് വരിക. ചിലതുണ്ടാവും 10ാം കള്ളി നല്ല വലിപ്പമുള്ളതുകൊണ്ടോ ആ പ്രാവുകളും പറക്കുക ചെയ്യും. പക്ഷെ നല്ല പറവപ്രാവിൻ്റെ കേസിൽ ഇതിപ്പോൾ അത്യാവശ്യം ചെറുതായിട്ടാണ് വരിക.
ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത എന്താ വെച്ചാൽ ഇപ്പോൾ ചുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ പ്രാവിൻ്റെ ചുണ്ട് നല്ല കറുപ്പ് ചുണ്ടാണ്. അപ്പോൾ ഇങ്ങനെ കറുപ്പ് ചുണ്ടുള്ള പ്രാവുകൾക്ക് കണ്ണ് എങ്ങനെ വെച്ചാൽ നല്ല ഡാർക്ക് കളറിലേക്ക് കയറുന്ന കണ്ണ് വേണം. അപ്പം ഈ പ്രാവിൻ്റെ കണ്ണ് ഇങ്ങനെ നോക്കിയാണ് അത്യാവശ്യം മഞ്ഞയിൽ നല്ല ചുവപ്പ് കയറി അത്യാവശ്യം ഡാർക്കിലേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കണ്ണ് വേണം ഈ കറുപ്പ് ചുണ്ട് വരുന്ന പ്രാവുകൾക്ക് അത്യാവശ്യം നല്ല വേണ്ടത്. ഇപ്പോൾ ചില നിങ്ങൾക്ക് നോക്കി കാണാം ഫുൾ വെള്ള ചുണ്ടുണ്ടാവും. ആ വെള്ള ചുണ്ടുള്ള പ്രാവുകൾക്ക് ഇപ്പോൾ കണ്ണ് എങ്ങനെ വരുന്നത് വെച്ചാൽ കരിങ്കണ്ണ് വരുന്ന ഉണ്ടാവും. അത് നല്ല പ്രാവൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞ ഫുൾ വെള്ള കളറ്, ആ ഫുൾ വെള്ള കളറ് വരുന്ന പ്രാവുകൾക്ക് നല്ല മഞ്ഞ കളറുള്ള കണ്ണ് വേണം. അപ്പോൾ ഒരു ചുവപ്പ് തരി ഒന്ന് കയറാം, ഫുൾ നല്ല ക്ലിയർ മഞ്ഞ നിങ്ങൾക്ക് നോക്കി കാണാം നല്ല വിസിബിളായിട്ട് വരുന്ന കളർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നല്ല മഞ്ഞ കളറ് വരുന്ന കണ്ണുകളാണ് നല്ലതെന്ന് പറഞ്ഞേക്കാം. ഇതൊന്നും നമ്മളെ ഇതിൽ തോന്നിയത് വിളിച്ച് പറയില്ല. ഇതൊക്കെ ഓരോരുത്തരും നമുക്ക് പറഞ്ഞു തരുന്ന അറിവ് വെച്ച് നമ്മളിപ്പോൾ പറയുകയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ അതേപോലെ പറഞ്ഞപ്പോൾ ഫുൾ വെള്ള ചുണ്ട് വരുന്നതിന് അധികം ഫുൾ നല്ല മഞ്ഞ കളറ് കയറുന്ന കണ്ണ് വേണം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഫുൾ വെള്ള കളറ് വരുന്ന വെള്ള ചുണ്ട് വരുന്ന പ്രാവുണ്ട്, അതിൻ്റെ ഈ അറ്റം കറുപ്പ് കളറ് വരും. ഇപ്പം നിങ്ങൾക്ക് നേരത്തെ ഞാൻ കാണിച്ചു തന്ന പ്രാവിനെ അതേമാതിരി ഇപ്പം നല്ല ചുണ്ട് വെള്ള കളറ് അറ്റം കറുപ്പ് കളറ്. ആ പ്രാവുകൾക്ക് എങ്ങനെ വരുന്നത് വെച്ചാൽ അങ്ങനെ വരുന്ന പ്രാവുകൾക്ക് അത്യാവശ്യം അതേപോലെ തന്നെ ഡാർക്ക് കളറ് കണ്ണ് വരണം, അത് നല്ല പ്രാവാകും. ഇപ്പോൾ അതേമാതിരി ഇപ്പോൾ കരിങ്കണ്ണ് വരുന്ന കേസ് ഉണ്ട് പ്രാവുകളെ. ആ കരിങ്കണ്ണിൻ്റെ കേസ് ഇപ്പം എൻ്റെ അടുത്തൊരു കരിങ്കണ്ണ്, അതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളെ കയ്യിലുള്ള പ്രാവ്. അപ്പോൾ ഈ പ്രാവിൻ്റെ കേസ് എങ്ങനെ പറയുക വെച്ചാൽ ഇപ്പോൾ ചുണ്ട് നല്ല വെള്ള ചുണ്ടാണ് വരുന്നത്, അതേമാതിരി തന്നെ കണ്ണ് നല്ല കരിങ്കണ്ണാണ് വരുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രാവുകൾക്ക് എന്ത് ചെയ്യണം വെച്ചാൽ ഒന്നുകിൽ ഈ ചുണ്ടിൻ്റെ അറ്റത്ത് കറുപ്പ് കളറ് വരണം. എങ്ങനെ വെച്ചാൽ ഈ കറുപ്പ് കളറ് ചുണ്ടിൻ്റെ അറ്റത്ത് വന്നാൽ അത് നല്ലൊരു പ്രാവാണ്. കാരണം ചുണ്ടിൻ്റെ അറ്റത്ത് നല്ല കറുപ്പും വരണം, കണ്ണ് നല്ല കരിങ്കണ്ണും വരണം, അതേപോലെ തന്നെ നഖവും കറുപ്പിലേക്ക് വരികയാണെങ്കിൽ അത് നല്ലൊരു പ്രാവാണ്. ഇപ്പം നിങ്ങൾ ഒരു ഒന്നെങ്കിൽ ഏതെങ്കിലും ലോഫ്റ്റിലോ അങ്ങനെ ഇവിടെ ചിലപ്പോൾ ഷോപ്പിലെത്തിയ പ്രാവിനെ വാങ്ങാൻ വേണ്ടി നിങ്ങൾ പോവുകയാണ്, നിങ്ങൾ ചിലപ്പോൾ നല്ല കരിങ്കണ്ണിൽ നല്ല വെള്ള പ്രാവിനെ കാണും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല പ്രാവണ വെച്ച് വാങ്ങും. പക്ഷെ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെ ചുണ്ട് ഇപ്പോൾ ഇവിടെ അറ്റത്തേക്ക് കറുപ്പ് കളർ, ഇപ്പോൾ നേരത്തെ നിങ്ങൾക്ക് ഒരു പ്രാവിനെ വെള്ളപ്രാവിനെ കാണിച്ച് അതിൻ്റെ ചുണ്ട് കറുപ്പ് കളർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രാവ് അങ്ങനത്തെ കളറ് ചുണ്ട് കറുപ്പും അതേമാതിരി നഖം ഫുള്ള് കറുപ്പിലും വന്നാൽ ആ പ്രാവ് നിങ്ങൾ മാക്സിമം എടുക്കുക, അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത പ്രാവാവും ഉണ്ടാവുക. പിന്നെ പ്രാവിൻ്റെ കേസ് അധികം പ്രാവിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളത് ഒന്നാമത് നമ്മൾ നോക്കുന്നത് കണ്ണിലുമാണ്. പിന്നെ ഏറ്റവും മെയിൻ ബ്ലഡ് ലൈനാണ്. ബ്ലഡ് ലൈന് നന്നായാൽ പ്രാവ് നന്നാവുന്ന 100% ഉറപ്പാണ്. ഇതൊക്കെ നോക്കിയെടുത്തിട്ട് നമ്മൾ പറയാനും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അധികം ക്രോസ് ബ്രീഡ് പ്രാവുകളൊക്കെ വരുന്നതാണ്, അതുകൊണ്ട് നമുക്ക് എല്ലാം ഉറപ്പിച്ച് പറയാനും പറ്റില്ല. അപ്പം ബ്ലഡ് ലൈനാണ് ഏറ്റവും ഉചിതമായ, അതാണ് ഏറ്റവും നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇതാണ് ഇപ്പോൾ അടുത്ത സൈൻ നമ്മൾ കാണിച്ചു തന്നത്. അടുത്തത് പറഞ്ഞാൽ പ്രാവിൻ്റെ കേസ്. ഇപ്പോൾ നമ്മൾ പ്രാവിനെ ചിറക് ഇങ്ങനെ ആക്കി പിടിച്ചാൽ പ്രാവിൻ്റെ വാലാണ് നമുക്ക് അത്യാവശ്യം നല്ല സ്ട്രെയിറ്റ് ആയി നിൽക്കണേ. അപ്പോൾ സാധാരണ ചില പ്രാവിനെ നമുക്ക് നോക്കിയാൽ വിടർന്ന് നടക്കും. അപ്പം എങ്ങനെ ഇപ്പോൾ നമ്മൾ പ്രാവിൻ്റെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണ വാല്, അതാണ് ഏറ്റവും നല്ല പ്രാവിൻ്റെ പറവപ്രാവിൻ്റെ നല്ല വാല് വരുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല സ്ട്രെയിറ്റ് ആയി നിൽക്കണം. അതായത് സ്ട്രെയിറ്റ് ആയി മീൻസ് ഇപ്പോൾ ഉണ്ടോ ഇത്, അപ്പോൾ ഇങ്ങനെ അത്രയും നല്ല സ്ട്രെയിറ്റ് ആയി നിന്നാലാണ് അതാണ് പറവപ്രാവിൻ്റെ നല്ലൊരു സൈന്. പിന്നെ അടുത്ത് വരുന്നത് എന്താ വെച്ചാൽ ഈ കാലുണ്ടാവും, കാല്. അപ്പോൾ ഈ കാലിൻ്റെ ഇടയിൽ തൂവലൊന്നും വരാൻ പറ്റില്ല, ഫുള്ള് പ്ലെയിൻ ആയിട്ട് നല്ല ചുവപ്പ് കളറ് ഇപ്പോൾ നല്ല ഇതിൽ വരണം. കാരണം തൂവലൊന്നും വരില്ല, ആ തൂവൽ ഇറങ്ങുന്ന പ്രാവളം മാറി ചവിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മളെ ലോഫ്റ്റിൽ നമ്മളെ കുറേ അണക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ പ്രാവ് ചിലപ്പോൾ അപ്പുറത്തുള്ള ബിൽഡിങ്ങുമിൽ തെങ്ങുമിൽ അങ്ങനെ ഇറങ്ങുക. പ്രാവ് എത്ര നമ്മൾ ലോഫ്റ്റിൽ ചിലപ്പോൾ ഇടയ്ക്ക് നമ്മൾ ലോഫ്റ്റിൽ ഇറങ്ങി വരും, പക്ഷെ എന്നാലും പ്രാവൾ വീണ്ടും ചിലപ്പോൾ കുറേ നേരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ തെങ്ങുമിലാവും ഇറങ്ങുക. അപ്പോൾ അങ്ങനത്തെ മാറി ചവിട്ടുന്ന പ്രശ്നങ്ങൾ വരുന്നൊക്കെ ആ പ്രാവള കേസിൽ അങ്ങനെ പറഞ്ഞ് കേട്ടിനെ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സൈനായിട്ട് നമ്മൾ പ്രാവിൻ്റെ കേസ് പറഞ്ഞിരുന്നത്. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ് കണ്ണൊക്കെയാണ് പ്രാവിൻ്റെ മെയിനായിട്ട് എല്ലാവരും ഇപ്പോൾ നോക്കണത്. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ മെയിൻ നല്ലൊരു പ്രാവിനെ തിരഞ്ഞെടുക്കാനുള്ള സൈനുകളൊക്കെ വരുന്നത്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ തന്നെ ചെയ്ത് ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു നല്ലൊരു പ്രാവിനെ കണ്ടാൽ പെട്ടെന്ന് എങ്ങനെ തിരിച്ചറിയാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓരോരുത്തർ പറഞ്ഞെന്ന് അറിവ് വെച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ നമ്മൾ വീണ്ടും വരാം. ബൈ.